ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. നമ്മൾ പ്രാർത്ഥനയുടെ വിവിധ വശങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് മുമ്പാകെ ഒരാൾ കഴിക്കുന്ന അപേക്ഷ, അത് പ്രാർത്ഥനയാകാം, പക്ഷപാതമാകാം, ദൈവത്തോടുള്ള ആവശ്യ ബോധത്തോടെയുള്ള സംസാരമാകാം. ഇങ്ങനെ പല വിധത്തിൽ പ്രാർത്ഥനയാൽ ദൈവവുമായിട്ടുള്ള ബന്ധം മനുഷ്യനുണ്ട്. എന്നാൽ ഇതിലൊരു ശ്രേഷ്ഠമായ ഒരു ബന്ധമാണ് പക്ഷപാതം ചെയ്യുക എന്നുള്ളത്. പക്ഷപാതം ചെയ്യുക, ഇടിവിൽ നിൽക്കുക, മധ്യസ്ഥം ചെയ്യുക എന്നീ വാക്കുകൾ വചനത്തിൽ കൊടുത്തിരിക്കുന്നത് നമുക്കിന്ന് ഒരു ചിന്താവിഷയമായി ചിന്തിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത്, ഇന്ന് ഈ കാണുന്ന തലമുറ, നമുക്ക് വിശ്വാസികളുടെ തലമുറ മാത്രം എടുക്കാം ആദ്യം. ഇന്ന് ഈ തലമുറ ഇങ്ങനെ നിൽക്കുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഇവരുടെ പിതാക്കന്മാരുടെ കാലത്ത് ഇവർക്കൊരു ചരിത്രമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ആത്മീക ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ മഹാന്മാരായ പല ആളുകളുമുണ്ട്. അപ്പോസ്തലനായ പൗലോസ്, പുരോഹിതനായ കയ്യാഫാവ്, അതുപോലെ തന്നെ എസ്രാ പുരോഹിതൻ, സെക്കരിയ പുരോഹിതൻ, ഇങ്ങനെ അനവധി പ്രമുഖരായ വ്യക്തികൾ നമുക്ക് വചനത്തിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ പലരുടെയും ഇന്നത്തെ നില എങ്ങനെ ആയിത്തീർന്നു എന്നുള്ളത് പരിശോധിക്കുന്നത് നമുക്ക് ആത്മീയ വർധനവിന് കാരണമായി തീരും. കാരണം നമുക്ക് ഉദാഹരണമായിട്ട് എസ്രാ പുരോഹിതൻ ഇസ്രായേലിൽ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ്. ദൈവത്തിൻ്റെ ആലയത്തെ അലങ്കരിക്കാൻ ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് എസ്രാ പുരോഹിതൻ. പുരോഹിതന്മാരുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ലേവ്യ ഗോത്രത്തിൽ, ഇസ്രായേലിന് 12 മക്കളുള്ളതിൽ ലേവ്യ ഗോത്രത്തിൽ അഹരോന്റെ തലമുറയിൽ വരുന്നവരാണ് പുരോഹിതന്മാരായിട്ട് അറിയപ്പെടുന്നതും ദൈവം ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുള്ളതും. അപ്പോൾ ഇവരുടെ എല്ലാ പുരോഹിതന്മാരും ഉത്ഭവിച്ചു വന്ന ഇടമെന്ന് പറയുന്നത്, സ്ഥാനമെന്ന് പറയുന്നത് അഹരോനിൽ നിന്നാണ്. എന്നാൽ ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായി. മോശ ന്യായപ്രമാണം പ്രാപിക്കാനായി പർവ്വതത്തിൽ കയറിപ്പോയിരിക്കുന്നു. അങ്ങനെ കയറിപ്പോയിരിക്കുമ്പോൾ പർവ്വതത്തിൻ്റെ അടിവാരത്ത് ആയിരിക്കുന്ന ജനം വളരെ ദിവസമായിട്ടും മോശയെ കാണുന്നില്ല. അഹരോനോട് അവരെല്ലാവരും ഒരുമനപ്പെട്ട് പറഞ്ഞ്, ഞങ്ങൾക്ക് മോശ എവിടെ പോയെന്ന് ഞങ്ങൾക്കറിവില്ല. ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് അവൻ കൂട്ടിക്കൊണ്ട് വന്നതാണ്, കനാൻ ദേശത്തെത്തിക്കാം എന്ന് പറഞ്ഞ്. ഇന്ന് അവനെ കാണുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് മുമ്പായി പോകാൻ, ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് ആരാധിപ്പാൻ ദൈവങ്ങളെ ഉണ്ടാക്കി തരണം. അഹരോൻ എന്ന് പറഞ്ഞാൽ ഒരു സാധു ജീവിയാണ്. ജനമെല്ലാം കലഹിച്ച് പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ അഹരോൻ ഭയപ്പെട്ടു പോയി. കാതിലെ കുണുക്കുകളെല്ലാം ഊരിത്തരാനായിട്ട് അഹരോൻ പറഞ്ഞു. അവരെല്ലാവരും ഊരിക്കൊടുത്തു. അങ്ങനെ വലിയൊരു കൂട്ടം സ്വർണം അഹ്റോൻ്റെ കയ്യിൽ കിട്ടി. അഹ്റോൻ അത് തീയിലേക്ക് ഇട്ട്.
ഒരു സമയം കഴിഞ്ഞപ്പോൾ ഇട്ട സ്വർണത്തിൻ്റെ ഭാഗങ്ങളെല്ലാം ഉരുകിക്കൂടി ഒരു രൂപം പുറത്തേക്ക് വന്നു. ആ രൂപം എന്ന് പറയുന്നത് നോക്കിയപ്പോൾ കാളക്കുട്ടിയുടെ രൂപമാണ്. ഇതാര് ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കി? അതെങ്ങനെ അതിനൊരു രൂപം വന്നു? ഇതൊന്നും ആർക്കും അറിവില്ല. ഈ കാളക്കുട്ടിയുടെ രൂപം കണ്ടപ്പോൾ അതിന് അഹരോൻ എടുത്തതിന് ശേഷം അതിന് ഒരു രൂപം, ഒരു ഭാഷ വരുത്തിയെന്നാണ് അതിനെഴുതിയത്. ഒരു ഷേപ്പാക്കി, ഏകദേശ രൂപം വ്യക്തമായ രൂപമാക്കിയെന്നർത്ഥം. തീയിൽ നിന്ന് പുറപ്പെട്ടു വന്നത് കാളക്കുട്ടിയുടെ ഏകദേശ രൂപം. എന്നാൽ അഹരോൻ അത് ഭാഷ വരുത്തിയപ്പോൾ കാളക്കുട്ടി എന്ന വ്യക്തമായൊരു രൂപമായി ആ സ്വർണം പരിണമിച്ചു. ദൈവം മോശയോട് പറഞ്ഞു, മിസ്രയീമിൽ നിന്ന് നീ കൊണ്ടുവന്ന ജനം എന്നെ വിട്ട് മാറിയിരിക്കുന്നു. അവർ വഷളത്വം പ്രവർത്തിച്ചു, കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്നു. മോശ ഇത് കേട്ടുകൊണ്ട് കൽപ്പലകളുമായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ജനത്തെ നോക്കിയപ്പോൾ അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി, നിന്നെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന യഹോവ ഇതാകുന്നുവെന്ന് അവർ ആർത്ത് ഘോഷിക്കുന്ന സ്വരവും കാഴ്ചയുമാണ് കാണുന്നത്. മോശ കോപിച്ചു, കൽപ്പലക എറിഞ്ഞു പൊട്ടിച്ചു. അതിന് ചില പ്രായശ്ചിത്ത ക്രിയകളെല്ലാം പിന്നീട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും കാര്യം ഗൗരവമാണെന്ന് മോശയ്ക്ക് മനസ്സിലായി. മോശ പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കാം, കർത്താവിൻ്റെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കും എന്ന് പറഞ്ഞപ്പോഴേക്കും ലേവ്യ ഗോത്രം മാറി നിന്നു. അവരോട് പറഞ്ഞ്, നിങ്ങളെല്ലാവരും വാളരക്കി കെട്ടണം. എല്ലാവരും വാളരക്കി കെട്ടി കൂടാരത്തിൽ കയറി. നിങ്ങൾ കർത്താവിൻ്റെ പക്ഷത്തുള്ളവരാണല്ലോ, നിങ്ങൾ കൂടാരത്തിൽ കയറി ഈ വിഗ്രഹത്തെ ആരാധിച്ച് ദൈവത്തിന് വിരോധമായി ആരാധന നടത്തിയവരെല്ലാവരെയും കൊന്നുകളയുന്നു. അവർ വാളരക്കി കെട്ടി അകത്ത് കിടന്ന് ഒരു സംഹാരം നടത്തി. ദൈവത്തിൻ്റെ കോപം എന്നിട്ടും അടങ്ങിയില്ല. ഇതറിയുന്ന മോശ ദൈവത്തിന് മുമ്പാകെ നെടുമ്പാട് വീണ് കിടക്കുകയാണ്, കരയുകയാണ്. ദൈവം പറഞ്ഞു, നീ എന്നെ വിട് മോശേ, ഞാൻ ഈ ജനത്തെ മുഴുവൻ നശിപ്പിക്കാൻ പോകുക. എന്നിട്ട് ഞാൻ നിന്നിൽ നിന്ന്, നിന്റെ സന്തതിയിൽ നിന്ന് ഒരു തലമുറയെ എടുക്കും. അവർക്ക് ഞാൻ പറഞ്ഞ ദേശം കൊടുക്കും. ഇവരെ മുഴുവൻ ഞാൻ നശിപ്പിച്ചു കളയും. ഇത് കേട്ട മോശ ദുഃഖിച്ചുകൊണ്ട്, വിടുകയില്ല, ആ നെടുമ്പാട് വീണ അവസ്ഥയിൽ തന്നെ അവൻ കിടന്നു. ഈ ജനത്തെ മുഴുവനും നശിപ്പിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നീ എഴുതിയ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയാൻ മോശ പക്ഷപാതം ചെയ്തു. കർത്താവിൻ്റെ കോപം തൽക്കാലം ശമിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, നിന്റെ പേര് ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ക്കുന്നത് എന്തിന്? എന്നോട് പാപം ചെയ്തവൻ്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. സമയം വരുമ്പോൾ അവരുടെ പാപം ഞാൻ അവരുടെ മേൽ സന്ദർശിക്കും, ഒരാളെയും ശിക്ഷിക്കാതെ വിടുകയില്ല. ഈ കാര്യങ്ങൾ ദൈവം പറഞ്ഞു. അടുത്ത കോപം കാളക്കുട്ടിയെ ഉണ്ടാക്കിയ, അതിന് ഭാഷ വരുത്തിയ, രൂപം വരുത്തിയ അഹരോനോടായിരുന്നു. അഹരോനെ നശിപ്പിക്കാനായിട്ട് ദൈവം ഒരുങ്ങി. അവിടെയും മോശ ഇടിവിൽ നിന്നു. മോശ
അഹരോന് വേണ്ടി അപേക്ഷിച്ചു. അഹരോന് വേണ്ടി പക്ഷപാതം ചെയ്തു. ദൈവം മോശയെ മാനിച്ച്, മോശയുടെ മുഖം മാനിച്ച്, മോശയുടെ പ്രാർത്ഥന കേട്ട് അഹരോനെ നശിപ്പിക്കാതിരുന്നു. അഹരോനിൽ നിന്ന് തലമുറ വന്നു, പെരുകി, തലമുറകൾ നിലനിന്നു. പിന്നീടുണ്ടായിട്ടുള്ള സകല പുരോഹിതന്മാരും, പിന്നീടുണ്ടായിട്ടുള്ള പൗരോഹിത്യം സ്വീകരിച്ചിട്ടുള്ള സകലരും, ഏലി പുരോഹിതന്റെ ചരിത്രം തുടങ്ങിയിട്ടുള്ള സാദോക്കിന്റെ ചരിത്രം, ഇങ്ങനെ പുരോഹിതന്മാരുടെ ചരിത്രം മുഴുവനും പരിശോധിച്ചാൽ നിങ്ങൾ എങ്ങനെ ഈ കാലത്ത് ജീവിക്കുന്നു എന്നറിയാമോ? നിങ്ങൾക്ക് ഈ ലോകത്തിൽ നിലനിൽപ്പ് വന്നത് മോശ മുഖാന്തരമാണ്. കാരണം ഒരിക്കൽ ദൈവം കോപിച്ച് നിങ്ങളുടെ പിതാവായ അഹരോനെ ഇല്ലാതാക്കി കളയാൻ, നശിപ്പിക്കാനായിട്ട് ദൈവം ഒരുങ്ങിയപ്പോൾ ഇടിവിൽ നിന്ന് പക്ഷപാതം ചെയ്ത് അഹരോന്റെ ജീവനെ നശിപ്പിക്കാതെ വണ്ണം കാത്തത് മോശയുടെ പക്ഷപാതമാണ്. അഹരോൻ ആര്? അഹരോന്റെ തലമുറ എവിടെ? മോശ എവിടെ? ദൈവത്തിന്റെ വചനം പറയുന്നത്, ഒരു പക്ഷപാതം ചെയ്യുന്നവന്റെ ദൈവത്തിന് മുമ്പാകെയുള്ള സ്ഥാനമെന്ന് പറയുന്നത് മനുഷ്യർക്ക് ചിന്തിക്കാവുന്നതിലും മനുഷ്യർക്ക് കണക്ക് കൂട്ടാവുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷ ആർക്ക് ലഭിച്ചിട്ടുണ്ടോ അവർ അടങ്ങിയിരിക്കാതെ രാപ്പകൽ പക്ഷപാതം ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു. അവർ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ദൈവത്തിന് മുമ്പാകെ പക്ഷപാതം ചെയ്യുന്നു. കാരണം അവന്റെ പ്രതിഫലം വലുതാണ്. അതുകൊണ്ട് നമ്മൾ യെശയ്യാ പ്രവചനത്തിൽ ഒരു ഭാഗം ഒരു വാക്യപ്രകാരം വായിക്കുന്നു. 59 അധ്യായം 16 വാക്യത്തിൽ, ആരും ഇല്ലെന്ന് അവൻ കണ്ടു, പക്ഷപാതം ചെയ്യുവാൻ ആരും ഇല്ലായ്കയാൽ ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് അവന്റെ ഭുജം തന്നെ അവന് രക്ഷ വരുത്തി. കർത്താവിന് സ്തോത്രം. ദൈവം നോക്കി അതിശയിക്കുകയാണ്. അതായത് ഏറ്റവും വലിയൊരു കോപം ദൈവത്തിൽ വന്ന് ഒരു സഭയെ ആണെങ്കിലും ഒരു വ്യക്തിയെ ആണെങ്കിലും ഒരു ദേശത്തെ ആണെങ്കിലും നശിപ്പിച്ച് കളയാനായി ദൈവം ഒരുങ്ങുകയാണ്. അതിനു മുമ്പ് പലർക്കും ദൈവം ആലോചനയും കൊടുക്കും. എന്ത്? ഈ ദേശത്തെ ഞാൻ നശിപ്പിച്ച് കളയാൻ പോവുകയാണ്, ഈ സഭയെ ഞാൻ നശിപ്പിച്ച് കളയാൻ പോവുകയാണ്, ഈ വ്യക്തിയെ ന്യായം വിധിക്കാൻ പോവുകയാണ്. ഇത് കേട്ടാൽ അനേകർ അതിൻ്റെ നിവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എന്നാൽ പറഞ്ഞവന്റെ ഉദ്ദേശം ആരും അറിയുന്നില്ല. താൻ പറഞ്ഞത് എന്തിനാ? അവനങ്ങ് ചെയ്താൽ മതിയായിരുന്നല്ലോ, അവൻ നശിപ്പിച്ച് കളഞ്ഞാൽ മതിയായിരുന്നല്ലോ. പിന്നെ എന്തിനാ പറഞ്ഞത്? എന്തിനാ പറഞ്ഞത്? കേൾക്കാൻ ഇടയായി തീർന്നവന് ഒരവസരം കൊടുത്തതാ. എന്തിന്? അവൻ ദൈവത്തിന് മുമ്പാകെ അത്ര മഹത്തായിട്ടൊരു പദവി പ്രാപിപ്പാൻ ഒരു അവസരം കൊടുത്തതാ. ഈ അവസരം കൊടുത്തിട്ടും പക്ഷപാതം ചെയ്യാൻ ആരും ഇല്ലാത്തത് കണ്ട് ദൈവം അതിശയിച്ചെന്ന്. പക്ഷപാതം ചെയ്യുവാൻ ആരും ഇല്ലായ്കയാൽ ആശ്ചര്യപ്പെട്ടു. ഭയങ്കരമാണ് ഈ കാര്യത്തിൻ്റെ ഗൗരവവും. എന്താണ് എന്ന് ഇതുകൊണ്ട് സംഭവിക്കുന്നു ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ മനുഷ്യൻ, ഒരാള് യോനയോട് നിനവെ പട്ടണം ഇല്ലാതാക്കി കളയുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ നിവൃത്തിക്ക് വേണ്ടി നോക്കിയിരിക്കുക. ദൈവത്തിൻ്റെ വചനം പറയുന്നത് മരിക്കുന്നതിൻ്റെ മരണത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ല.
വീഴുന്നവരെ ഒക്കെയും ദൈവം താങ്ങുന്നു. ആരുടെയും നിലവിളി ദൈവത്തിന് ഇഷ്ടമല്ല. പിന്നെ എന്തിനാ പറഞ്ഞത്? പറഞ്ഞത് ദൈവത്തിന് മുമ്പാകെ പക്ഷപാതം ചെയ്യാൻ ഒരവസരം തന്നതാ. ആ അവസരം തരാൻ മനസ്സായ ദൈവം പക്ഷപാതം ചെയ്യുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കേട്ട ദൂതനുസരിച്ച് പക്ഷപാതം ചെയ്യാനല്ല നോക്കുന്നത്. പിന്നെ അതിന് നിവർത്തിക്ക് വേണ്ടി നോക്കിയിരിക്കുക. അതുകൊണ്ടാണ് സൊദോം ഗൊമോറ എന്ന പട്ടണം നശിപ്പിക്കാൻ സമയത്ത് ദൈവം തന്റെ ദൂതന്മാരുമായി നേരെ അങ്ങോട്ട് പോയാൽ മതി. പക്ഷെ പോയത് നേരെ അബ്രഹാമിന്റെ കൂടാരത്തിലേക്കാണ്. അവിടം വഴിയാണ് പോയത്. അബ്രഹാം നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ കൂടാരത്തിനെതിരെ നിൽക്കുന്നു. അബ്രഹാം ചെന്ന് നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ച് അവരോട് സംസാരിക്കുക. കർത്താവ് പറഞ്ഞു, സോദോമിൻ്റെയും ഗൊമോറയുടെയും നിലവിളി എൻ്റെ ചെവിയിലെത്തി. ആ നിലവിളിക്ക് ഒത്തവണ്ണം അവർ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കി അറിയാൻ പോവുകയാണ്. ഉണ്ടെങ്കിൽ ആ പട്ടണം നശിപ്പിച്ച് കളയാൻ പോവുകയാണ്. ഇത് അബ്രഹാമിനോട് പറഞ്ഞ എന്തിനാ? നേരെ സോദോമിലും ഗോമോറയിലും പോയി ആ നാശം ചെയ്താൽ മതിയായിരുന്നല്ലോ. ഇല്ല. അബ്രഹാം ദൈവം നിയമിച്ച് ദൈവത്തോട് പക്ഷപാതം ചെയ്യാൻ യോഗ്യനും അതിനുള്ള മാന്യത ദൈവത്താൽ പ്രാപിച്ചവനുമാണ്. ശരി, സൊദോം ഗൊമോറ നശിപ്പിക്കാൻ പോകുമ്പോൾ അങ്ങ് പോകട്ടെ, നശിക്കട്ടെ, നോക്കി കാണാം എന്ന് നോക്കിയിരുന്നാൽ മതി. ഉടനെ തന്നെ അബ്രഹാം പറയുകയാണ്, സർവഭൂമിയുടെയും നായകനായിരിക്കുന്നവൻ, ന്യായാധിപതിയായിരിക്കുന്നവൻ അനീതി ചെയ്യുമോ? ചെയ്യുകയില്ലല്ലോ. ദുഷ്ടന്മാരോടുകൂടി നീതിമാന്മാരെയും നശിപ്പിക്കുന്നത് കർത്താവിന് ഇഷ്ടമല്ലല്ലോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, 50 നീതിമാന്മാർ അവിടെ ഉണ്ടെങ്കിൽ ആ പട്ടണം നശിപ്പിച്ച് കളയുമോ? കർത്താവ് അങ്ങനെ ഒരിക്കലും ചെയ്യുന്നവനല്ലല്ലോ. അബ്രഹാം പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, അബ്രഹാമേ, നീ പറഞ്ഞതുപോലെ 50 പേരുണ്ടെങ്കിൽ ഞാൻ ആ പട്ടണം നശിപ്പിച്ച് കളയുകയില്ല. ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, 5 പേര് കുറഞ്ഞു പോയി 45 പേരാണെങ്കിലോ? ഇല്ല, 45 പേരാണെങ്കിലും നശിപ്പിക്കില്ല. ഞാൻ പിന്നെയും സംസാരിക്കുന്നല്ലോ. 40 പേരാണെങ്കിലോ? ഇല്ല, 40 പേരാണെങ്കിലും. 30 പേരാണെങ്കിലോ? 30 പേരാണെങ്കിലും പൊടിയും വെണ്ണീറുമായ ഈ അടിയൻ ഉടയവനോട് സംസാരിപ്പാൻ തുനിയെന്നല്ലോ. ഒരു പക്ഷേ 20 പേരാണെങ്കിലോ? ഇല്ല അബ്രഹാമേ, നീ ചോദിച്ചതുപോലെ 20 പേരുണ്ടെങ്കിൽ ഞാൻ ആ പട്ടണത്തെ നശിപ്പിച്ച് കളയുകയില്ല. ഈ ഒരു പ്രാവശ്യം ഞാൻ ചോദിച്ചോട്ടെ കർത്താവ്, ഒരു പ്രാവശ്യം അവിടെ ഒരു 10 പേരുണ്ടെങ്കിലോ? 10 നീതിമാന്മാരുണ്ടെങ്കിൽ നീ നശിപ്പിച്ച് കളയുക പട്ടണം? ഇല്ല. അബ്രഹാം പക്ഷപാതം ചെയ്തതുപോലെ 10 പേരുണ്ടെങ്കിൽ ആ പട്ടണം ഞാൻ നശിപ്പിച്ച് കളയുകയില്ല. ഓർക്കണം, ദൈവം അബ്രഹാം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ദൈവം സന്തോഷിക്കുകയാണ്. കാരണം ഒരു പട്ടണം, ഒരു മനുഷ്യവംശം, ഒരു വ്യക്തി നശിച്ചു പോകുന്നതും മരിച്ചു പോകുന്നതും ഇല്ലാതായി പോകുന്നതും സഹിക്കാൻ കഴിയാത്തവനാണ് ദൈവം. അത് ദൈവത്തിന് ഇഷ്ടമല്ല. എന്നാൽ ദൈവത്തിൻ്റെ നീതി അനീതിക്കെതിരെ പോരാടുമ്പോൾ സംഭവിക്കുന്നതാണ് ഇതൊക്കെയും. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, അറിയിക്കുകയാണ്, ദൂതറിയിക്കുകയാണ്. സ്വപ്നത്തിൽ, ദർശനത്തിൽ, പ്രവചനത്തിൽ വ്യക്തിപരമായിട്ട് ദൂതറിയിക്കുകയാണ്, ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ പിന്നീട് നടന്നു കാണാവുന്നതേ ഉള്ളൂ.
മോശയ്ക്ക് വന്നിരിക്കുന്ന സന്ദർഭമെന്ന് പറയുന്നത് വലിയ ഒരു അവകാശമാണ്. കാരണം അബ്രഹാമിൻ്റെ വിളി ഇപ്പം മോശയ്ക്ക് വന്നിരിക്കുക. അബ്രഹാമിൻ്റെ സന്തതിക്ക് കനാൻ ദേശം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാനത്ത് മോശയുടെ സന്തതിക്ക് ഞാനത് കൊടുക്കാം, ബാക്കിയുള്ള എല്ലാവരെയും ഞാൻ നശിപ്പിച്ച് കളയാൻ പോവുകയാണെന്ന് കർത്താവ് പറയുകയാണ്. മോശ സമ്മതിച്ചില്ല. മോശ പറയുകയാണ്, അങ്ങനെ നീ ചെയ്യുന്ന പക്ഷം നിന്റെ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയണം. പക്ഷപാതം ചെയ്യാൻ നശിപ്പിക്കാതെ വണ്ണം ഇസ്രായേൽ ജനത്തെ ദൈവം നിർത്തി. കടൽപ്പുറത്തെ മണൽ പോലെ അസംഖ്യമായ ഇസ്രായേൽ ജനം പിന്നീട് പാലസ്തീനിൽ മാത്രമല്ല ലോകത്തിലൊക്കെയും പരന്നു. അതുമാത്രമല്ല, ഇന്ന് അവർ ആ ദേശത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അവർക്കെല്ലാവരോടും മോശ ആരെന്ന് ചോദിച്ചാൽ, അബ്രഹാം ആരെന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരമുണ്ട്. മോശയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അവർ ഭയപ്പെടും. കാരണം എന്താണെന്നറിയാമോ? ഇന്ന് ഭൂമിയിൽ ദൈവജനമായിട്ട് ഇസ്രായേലിയരായിട്ട് പെരുകി ജീവിക്കുന്നതിൻ്റെ കാരണം മോശയാണ്. മോശയുടെ പക്ഷപാതമാണ്. മോശ അന്ന് പക്ഷപാതം ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന ഇസ്രായേൽ ഇല്ല. ദൈവത്തിന് മുമ്പാകെ മോശ ആര്? ഈ ഇസ്രായേൽ ജനം അസംഖ്യമായിരിക്കുന്ന ജനത്തിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി മൂല്യം മോശയുടെ പക്ഷപാതത്തിനുണ്ട്. ആ പക്ഷപാതം ചെയ്യാൻ വന്ന മോശ ആര് ദൈവത്തിന് മുമ്പാകെ? അതാ കർത്താവ് പറയുന്നത്, പക്ഷപാതം ചെയ്യാൻ ആരുമില്ലായ്കയാൽ അവൻ ആശ്ചര്യപ്പെട്ടു. ഇന്നും ദൈവസഭയിലും വ്യക്തിപരമായിട്ടും ഭവനങ്ങളിലും ദേശങ്ങളിലും എല്ലാം വരുന്ന നാശത്തെക്കുറിച്ച് ദൈവം അരുളി ചെയ്യുമ്പോൾ ദൈവം നോക്കുകയാണ് ആരെല്ലാം അത് ഏറ്റെടുത്ത് പക്ഷപാതം ചെയ്യുന്നുണ്ടെന്ന്. ആരും പക്ഷപാതം ചെയ്യാതെ വരുമ്പോൾ ദൈവം ആശ്ചര്യപ്പെടുകയാണ്. അവൻ ആശ്ചര്യപ്പെട്ടെന്നാണ്. ഇതിൻ്റെ മഹിമ അറിയുന്നവൻ ആരും ഇല്ലേ? ഇത്ര വലിയൊരു ഭാഗ്യത്തിൻ്റെ സന്ദർഭം വന്നിട്ട് ആരും ഇല്ലേ എടുക്കാൻ എന്ന് ആശ്ചര്യപ്പെടുകയാണ്. ഇന്ന് ഈ ലോകത്തിൻ്റെ ഗതി തന്നെ ഇപ്രകാരം ആയിരിക്കുന്നതും മാനവരാശിയുടെ നിലനിൽപ്പും പരിശോധിച്ച് ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാരുടെ, ദൈവത്തിൻ്റെ ദാസിമാരുടെ ആരുടെയോ എവിടെയോ വെച്ചുള്ള പക്ഷപാതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും അവർ നിലനിൽക്കുന്നതെന്ന് മനസ്സിലാകും. അവർക്ക് ദൈവത്തിൻ്റെ മുമ്പാകെയുള്ള മാന്യത അത്ര വലുതുമായിരിക്കും. അതെ, ദൈവത്തിന് മുമ്പാകെ പക്ഷപാതം ചെയ്യുവാൻ ദൈവം നമ്മെ കാത്തിരിക്കുന്നു. നമ്മളോട് ദൂതറിയിക്കുന്നു. നമ്മിൽ നിന്ന് ദൈവം വലിയ പ്രതീക്ഷിക്കുന്നു. ആരുടെയും മരണത്തിൽ ദൈവത്തിന് ഇഷ്ടമല്ല. ആരുടെയും നാശം ദൈവം ഇഷ്ടപ്പെടുന്നില്ല. പക്ഷപാതം ചെയ്യാൻ, വ്യവസ്ഥ പ്രകാരം പക്ഷപാതം ചെയ്യാൻ ഒരുവനുണ്ടെങ്കിൽ അവൻ നിമിത്തം ആ കുടുംബം നിലനിർത്തും, ആ സഭ നിലനിർത്തും, ആ വ്യക്തിയെ നിലനിർത്തും, നശിപ്പിച്ചു കളയുകയില്ല. ദൈവം നമ്മെ അറിയിച്ചിരിക്കുന്നതനുസരിച്ച് നമുക്ക് പക്ഷപാതത്തിന് വേണ്ടി ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.